പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം 4-ാം തരത്തിലെ ICT പാഠപുസ്തകത്തിലെ 2-ാമത്തെ അധ്യായമായ കമ്പ്യൂട്ടറിലെ കളികൾ എന്നുള്ള ഈ പാഠഭാഗമാണ്. 1-ാമത്തെ പാഠത്തിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ഭാഗങ്ങൾ പഠിച്ചു. ഇനി കമ്പ്യൂട്ടറിലെ കളികളുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഗൗരവതരമായ സമീപനമാണ് സമീപിക്കുന്നത്. കമ്പ്യൂട്ടറിലെ ഗെയിമുകൾ വെറും രസത്തിനുള്ളതല്ല, അല്ലെങ്കിൽ കളിക്കാൻ മാത്രമുള്ളതല്ല. പകരം പാഠഭാഗങ്ങൾക്ക് കൂടി പഠിക്കാൻ വേണ്ടി കൂടി ഉപയോഗിക്കാം എന്നുള്ളത് കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പാഠഭാഗം. അതിനുവേണ്ടി നമുക്ക് സോഫ്റ്റ്വെയർ തുറക്കേണ്ടതുണ്ട്. സോഫ്റ്റ്വെയർ തുറക്കുന്നതിനായി ആപ്ലിക്കേഷനിൽ പോകുക. എഡ്യൂക്കേഷണൽ സ്യൂട്ട് G-COMPLEX ഓപ്പൺ ആക്കുക. ഓപ്പണായി വന്നിരിക്കുന്നു. എന്നിട്ട് 1-ാമത്തെ ഇടത് ഭാഗത്തുള്ള 1-ാമത്തെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തു. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ മൗസിൻ്റെ ഉപയോഗമായിരുന്നു പഠിച്ചിരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ കീബോർഡിൻ്റെ ഉപയോഗം പഠിക്കാനുള്ള കളികൾ എന്ന് പറയുന്ന ഈ ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്താൽ ഈ ഇൻ്റർഫേസിൽ ഇങ്ങനെ 4 ചിത്രങ്ങൾ കാണാം. അതിൽ ഈ അവസാനത്തെ വീണുകൊണ്ടിരിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്ന ഈ ചിത്രത്തിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന അക്ഷരങ്ങൾ നമുക്ക് കാണാൻ, ഈ വാക്കുകൾ കാണാൻ കഴിയും. ഈ വാക്ക് 3 അക്ഷരമാണുള്ളത്. ഇത് കീബോർഡിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. കീബോർഡിൽ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ അക്ഷരം കളർ മാറുന്നതും അതുപോലെ തന്നെ താഴേക്ക് വീഴാതെ രക്ഷപ്പെടുന്നതും കാണാൻ കഴിയും. ഇങ്ങനെ കീബോർഡ് ഉപയോഗിക്കുവാനും ഒരേ സമയം കീബോർഡ് ഉപയോഗിക്കുവാനും ഗെയിം വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രത ഉണ്ടാക്കിയെടുക്കുവാനും സഹായിക്കും. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ കുട്ടികളെ സഹായിക്കും. ഇതിൽ 10 എണ്ണം പൂർത്തിയായാൽ നമുക്ക് ആ കുട്ടികൾക്ക് ആ ഗെയിം വിജയിക്കാൻ കഴിയും. താഴേക്ക് നമ്മൾ അടിക്കാതെ താഴേക്ക് വീഴുകയാണെങ്കിൽ കുട്ടികൾ ഗെയിം പരാജയപ്പെടും. 3 അക്ഷരങ്ങൾ വീതമുള്ള വാക്കുകളാണ് ഇതിലുണ്ടാവുക. 1-ാമത്തെ ഘട്ടമാണ് ഇത്. ഈ 10 വാക്കുകൾ നമുക്ക് അടിക്കാൻ കഴിയാതെ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വാക്കുകളുടെ എണ്ണം കൂടി ടൈപ്പിംഗ് സ്പീഡ് കൂടേണ്ടി വരും. മോണിറ്ററിൻ്റെ എല്ലാ ഭാഗത്തേക്കും കുട്ടികളുടെ ശ്രദ്ധ എത്തേണ്ടിയും വരും. ഇങ്ങനെ കുട്ടികളുടെ ശ്രദ്ധ കൂടുതൽ പതിപ്പിക്കുന്നതിന് വേണ്ടിയും ഒക്കെയുള്ള ഒരു ഗെയിമാണിത്. ഇതിന് ലെവൽ 2 ഉണ്ട്. അപ്പോൾ അക്ഷരത്തിൻ്റെ എണ്ണം 4 കൂടുന്നത് കാണാം. 3 ലെവലിൽ അത് അക്ഷരത്തിൻ്റെ എണ്ണം 5 വർദ്ധിക്കും. അങ്ങനെ 4, 5, 6, 5 ലെവലുകളാണ് ഈ കളികൾക്കുള്ളത്. 5-ാമത്തെ ലെവലിൽ ഏകദേശം 30ഓളം വാക്കുകൾ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്നാലേ കളിയിൽ വിജയിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അക്ഷരത്തിൻ്റെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. വരുന്ന സ്പീഡ് കൂടാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് കൂടുതൽ അക്ഷരങ്ങളും അതുപോലെ തന്നെ വാക്കുകളും പരിചയപ്പെടുന്നതിനും കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് കൂടുതൽ വേഗത്തിൽ ഉപയോഗിക്കുന്നതിനുമൊക്കെ ഇത് സഹായിക്കും. ആദ്യ സമയത്ത് കുറച്ച് പ്രയാസം അനുഭവപ്പെടുമെങ്കിലും കുട്ടികളെ വീണ്ടും വീണ്ടും നമ്മൾ പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഈ കളി വിജയിക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഈ പാഠഭാഗം രസകരമായിട്ട് കുട്ടികളിലേക്ക് വിനിമയം ചെയ്യാവുന്നതാണ്. ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സാധാരണ ചെയ്യുന്നത് പോലെ ഹോം ബട്ടണിൽ അമർത്തുക, പവർ ബട്ടണിൽ അമർത്തുക. മതിയാക്കാവുന്ന ഭാഗം അതേ തീർച്ചയായും എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ ഈ ഗെയിം
ഇവിടെ അവസാനിപ്പിക്കാവുന്നതാണ്. എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിയേക്കുക.